എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദനും നന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ നന്ദുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ആദർശ് മോന് വിഷമായെന്ന് തോന്നിയെന്ന് പറയാണ്. ഇതാണ് നന്ദു പറഞ്ഞു, കണ്ണു നിറഞ്ഞ ആദർശാന്റെ അടുത്ത് പോയിരിക്കുന്നത്. അത് പക്ഷേങ്കില് അച്ഛൻ പറഞ്ഞുകൊണ്ടൊന്നും അല്ല, നയനേച്ചിയെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാ. കാരണം നയനേച്ചിക്ക് ഇങ്ങനെ അവസ്ഥ വരാൻ കാരണം ആദർശനും അമ്മയ്ക്കല്ലേ. അതുകൊണ്ട് ഓർത്ത് അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതിനു ശേഷം മുമ്പായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ആദർശനും നയനേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ല അച്ഛ, അതാന്ന് പറയാണ്. ഗോന്ന് പറഞ്ഞു, അത് ശരിയാ, എനിക്കും അത് അങ്ങനെ തോന്നിയായിരുന്നു പറയാ. ഞാൻ ആദ്യം ഓർത്തോണ്ടിരുന്ന ഇനിയിപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് നയനമോളെ പറ്റിക്കുകയാണോന്ന് ഞാൻ കരുതി. പക്ഷെ അല്ല, ആദർശമോൻ ഇപ്പൊ ശരിക്കും സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലെങ്കിൽ തന്നെ ചിലരൊക്കെ സ്നേഹം അഭിനയിച്ച് കടന്നുകൂടിയേക്കുമായിരുന്നല്ലോ. എനിക്കതുകൊണ്ട് ആരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ കൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം എന്റെ കൺമുന്നിൽ ഞാൻ കണ്ട കാഴ്ചകളിലെ അബിയോട് ഉള്ള അബിയും നബിയും തമ്മിലുള്ള പെരുമാറ്റങ്ങള്. കാരണം ഇവിടെ വന്നപ്പോ എന്തൊരു സ്നേഹമായിരുന്നു അവര് തമ്മില്. ഒറ്റ ദിവസം കൊണ്ട് ആ സ്നേഹമെല്ലാം കാറ്റി പറത്തിയില്ലേ മോളെ. അതൊക്കെ എന്റെ മനസ്സിൽ കിടന്ന ചിന്തകള്. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, ആ കാര്യത്തില് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ആദർശണ്ണ അങ്ങനെയൊന്നുമല്ല. ആദർശണ്ണ മുമ്പായിരുന്നെങ്കിൽ പറയായിരുന്നു ആദർശണ്ണ നയനടിച്ച് സ്നേഹിച്ചിരുന്നില്ലെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അച്ഛാന്ന് പറയണ. ഇത് കേട്ടതും ഗോതം പറഞ്ഞു, അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ മോളെ എന്ന് പറയണേ. പിന്നീട് നന്ദു അകത്തേക്ക് നീമ്പത്തേനും നയന വെച്ചു, അല്ല ആദർശൻ എന്തിയേ? ആദർശനും പോയെന്ന് പറയണ. പാവ ആദർശന് നല്ല വിഷമമുണ്ടെന്ന് പറയണ. ഒരു പക്ഷേങ്കില് അച്ഛനോട് ഇതൊക്കെ മറച്ചു വെച്ചതിന് സങ്കടം കൂടെ ആ ഉള്ളിലുണ്ടെന്ന് തോന്നിയെന്ന് പറയാ. കനക പറഞ്ഞു, അത് ശരിയാ, ആദർശമോൻ പറയാന്ന് പറഞ്ഞതാ. പക്ഷേങ്കില് എന്തെങ്കിലും സംഭവിച്ചു പോയാലെന്നൊരു പേടിയും കൂടെ മനസ്സിലുണ്ടായിരുന്നു. അത് സാരമില്ല, ഇനി പതുക്കെ അതൊക്കെ മാറിക്കോളൂ എന്ന് പറയാണ്. പിന്നീട് അനി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ജയനോട് ചോദിച്ചു, അല്ല ആദർശനൊക്കെ എന്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, നയനമോളെ കൊണ്ടുവിടാനായിട്ട് വീട്ടിലേക്ക് പോയെന്ന് പറയണം. അപ്പൊ നയനടുത്തേക്ക് സുഖമായെന്ന് ചോദിക്കാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ഡിസ്ചാർജ് ചെയ്താന്ന് പറയണം. എന്നാൽ ഞാന് വെല്ലുമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു ദേവേനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ദേവേനെ കുറച്ച് സംസാരിക്കുന്നുണ്ട് അനിയോട്. പിന്നീട് പറഞ്ഞു, അതെ അനാമികമോളെ നീ പൊന്നുപോലെ നോക്കണം കേട്ടോ, അവളെ വേദനിപ്പിക്കുകയും ചെയ്യരുത്. അവള് വീട്ടിലാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയാ. ഇത് കേട്ടത് അനി പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല വെല്ലുമ്മേ, അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, അവള് വേണമെങ്കിൽ കയറി വരട്ടെ എന്ന് പറയാ. അങ്ങനെ പറയരുത് അനി, നിന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് നീ അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാ. അവളെ പോലെ ഒരു പാവം പെൺകുട്ടി ആ കുടുംബത്തിലെ വന്നു ചേരേണ്ടവള് തന്നെ വന്നു ചേർന്നേ. പക്ഷെ അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് എന്താ സാധിക്കാത്തെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട അനി പറഞ്ഞു, വലിയ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് അധികം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം അങ്ങോട്ടേക്ക് വരുന്നേ. ആദർശനെ കണ്ടതും അനി വെച്ച് എങ്ങനെയുണ്ട് നയനെടുത്തേക്കെന്ന് ചോദിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്, പിന്നെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് അനി പറഞ്ഞു, ശരി ഞാൻ നയനടുത്തിൽ നിന്ന് കണ്ടിട്ട് കേട്ടെ, നയനടുത്തേ കണ്ടില്ലല്ലോ എന്ന് പറയണ. വീട്ടിൽ പോയി കണ്ടു വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയനെ കാണാനായിട്ട് അനി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ജയൻ ചോദിച്ചല്ല വീട്ടിൽ പോയിട്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, അല്ല ഇനിയിപ്പോ ഗോവിന്ദൻ വരെ ചീത്ത പറയാൻ പറ്റോ ചെയ്തെന്ന് ചോദിക്കുക. അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അച്ഛന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ ആരാണെങ്കിലും അങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കുള്ളൂ. ഞാൻ രണ്ട് നല്ലൊക്കെ പ്രതീക്ഷിച്ചാ ചെന്നേ, പക്ഷെ അങ്ങനെയൊന്നും അച്ഛൻ ചെയ്തില്ല എന്ന് പറയണം. നയനയെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട്. കാരണം ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നയനയല്ലേ സ്നേഹിച്ചിരുന്നേ, അതിൻ്റെതായ ഒരു വിഷമം അച്ഛനുണ്ടെന്നൊക്കെ പറയാണ്. അത് സാരമില്ല. പിന്നീട് ജയൻ പറഞ്ഞു, നിനക്ക് ഇത് നമ്മുടെ ഇതില് കുറെ കോടികൾ കിട്ടിയിട്ടുണ്ടല്ലോ നയനമോൾ ഡിസൈൻ ചെയ്തതിന്റെ ഇതില്, അതുകൊണ്ട് അതൊട്ട് ആ പൈസയൊക്കെ അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞു, എനിക്ക് അതിനൊരു മടിയില്ല അച്ഛാ, അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. കാരണം അവള് നമുക്ക് വേണ്ടി ചെയ്തു തന്ന, അപ്പൊ അതിനുള്ള പ്രതിഫലം നമ്മൾ കൊടുക്കണ്ടെന്ന് ചോദിക്കുക. അതൊക്കെ കൊടുക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ എന്നൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾക്ക് വേണ്ടത് സ്നേഹമാണ്, ആ സ്നേഹം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സ്നേഹമല്ല വേണ്ടേ അവൾക്ക്, അമ്മയുടെ സ്നേഹം. കാരണം വീട്ടിലേക്ക് വന്നാലും അമ്മയുടെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് പറയണേ. ഇനിയിപ്പോ വീട്ടിലേക്ക് വന്നാലും അവൾക്ക് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവളെ കുറ്റപ്പെടുത്തി അവൾക്ക് അത് സഹിക്കുമ്പോൾ വല്ലാത്ത വേദനയായിരിക്കില്ല അവളുടെ മനസ്സിലുണ്ടാകുന്നേ. കാരണം അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും അവളുടെ മനസ്സ് വേദനിക്കില്ലേന്ന് ചോദിക്കുക. എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയെങ്കിലും ദേവേനെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറയാം. ആദർശം അത് ശരിയാ അമ്മ, ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. ഇനി അവളെ വേദനിപ്പിക്കാനോ ഒന്ന് നുള്ളി നോക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞല്ലോ അച്ഛാ, ഒരു പെൺകുട്ടിയും ചെയ്യാത്ത കാര്യം അവള് ചെയ്തേ. പക്ഷെങ്കിൽ അവളുടെ സ്ഥാനത്ത് വേറെ ഏത് മരുമക്കളാണെങ്കിലും ഒരു കാരണവശാലും കരള് കൊടുക്കാനും സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ അവള് ചെയ്ത് കണ്ടോന്ന് പറയണ. ജയൻ പറഞ്ഞു, അത് ശരിയാ, അതാണ് നയനമോളുടെ നല്ല മനസ്സെന്ന് പറഞ്ഞ്. അത് കാണാതെയാണ് കുടുംബത്തിലെല്ലാം പോയത്. ഈ പറയുന്ന എരിപൊരി കയറ്റി കൊടുക്കാനും ജാനകി ജലജ എല്ലാരും ഉണ്ടല്ലോ.
അവരൊക്കെയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്കറിയാലോ. എനിക്ക് അതൊക്കെ അറിയാം അച്ഛാന്ന് പറയണ. വീട്ടിലേക്ക് എന്നാലും ഇത് ഈ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. മാറ്റം വരണമെങ്കിൽ ഇനിയിപ്പം ദൈവം വിചാരിക്കണമെന്ന് പറയാ. ഇത്രയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നില്ലോ എന്ന് പറയാ. അതൊക്കെ ശരിയാകും ആദർശേ. നമ്മൾ വെറുതെ അല്ലല്ലോ മലയ്ക്ക് പോകുന്നേ. കല്ലും മുള്ളും താണ്ടി മലയ്ക്ക് പോകുന്നത് എന്തിനാ? നമ്മുടെ പ്രാർത്ഥന ഒക്കെ ഉറപ്പായിട്ടും ഭഗവാൻ കേൾക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ മലയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം എല്ലാം ശരിയാവും എന്ന് പറയണം. ആദർശ് പറഞ്ഞു, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ ആദർശം പറയാണ്. പിന്നീട് അനി നയനയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അനിയെ കണ്ട നന്ദുവിന് ഒരു പതർച്ചയുണ്ടായി. അല്ല അനിയോ എന്ന് ചോദിക്കട. ഞാൻ നയനടുത്തെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. ശരി, കയറി വരാൻ പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് കനയും കൂന്നലും വന്നു. അനിയെ കണ്ടതും അനി പറഞ്ഞു, അതെ ഞാൻ നയനടുത്തെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നാന്ന് പറയണം. ശരി മോനെ, കയറി വരാൻ പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് നയനയുടെ മുറിയിലേക്ക് വന്നു. അങ്ങനെ കനയും കൂന്നലും അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും നയന ചോദിച്ചു, അനി വരേണ്ടിയിരുന്നില്ല, എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാ. അന്ന് സാരില്ല ചേച്ചി, അല്ല മുത്തശ്ശനും മുത്തശ്ശിയോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേന്ന് ചോദിക്കണം. അവര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നവ്യേച്ച അല്ല നവ്യടുത്തേയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. 2-3 വട്ടം നയനേച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ നയനോട് തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, ഇനിയിപ്പൊ നവ്യേച്ച എന്തായാലും കൂടെ വരാൻ പോകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, ഇനിയിപ്പോ എത്ര ദിവസം നിൽക്കാനാ അടുത്തേക്ക് ഒരു താല്പര്യം? കുറെ ദിവസമായി കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും സംശയം ആവത്തില്ലെന്ന് ചോദിക്കാം. അത് ശരിയാ, ഇച്ചിരി ഇത് ഭേദപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണമെന്ന് വിചാരിച്ചാൽ ഞാനിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയൊന്നും വിടുവോന്ന് അറിയത്തില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അതെ നയന്റെ അടുത്ത് അങ്ങനെ ഇടപെടിന്ന് അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ആദർശായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നാൽ നയന്റെ അടുത്തേ കണ്ടോളൂ. പിന്നെ അങ്ങോട്ട് വന്നാലും അറിയാലോ, അവിടെ ഒന്ന് നയനടുത്ത് എന്തായാലും അടങ്ങിയിരിക്കാൻ പോകത്തില്ല. നയനടുത്ത് ഇവിടെ നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തോ. പിന്നെ അറിയാലോ, അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെല്ലുമ്മയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കേണ്ട വരും എന്ന് പറയാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം. പക്ഷെ അടുത്തേക്ക് കുഴപ്പമില്ലായിരിക്കും, അതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വരും എന്ന് പറയണം. ഞങ്ങൾക്ക് അതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. നയനടുത്തൊരു നല്ല മനസ്സ് കണ്ടിരുന്ന് അടിക്കാനും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, എനിക്ക് അതൊന്നും ഓർത്തിട്ടൊരു വിഷമമില്ല എന്ന് പറയണം. എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടാ ടെൻഷൻ എന്ന് പറയണേ. എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടോ? എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്തൊരു ടെൻഷൻ എന്ന് ചോദിക്കാം. അത് പിന്നെ നിന്റെ അനാമികൻ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് എന്നെക്കാളും ടെൻഷൻ കൂടുതൽ അറിയാലോ ആർക്കാന്ന്. നിന്റെ ആദർശണ്ണ നിന്നെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതുന്നേ. അപ്പം ആദർശന്റെ മനസ്സിൽ അത്രമാത്രം വേദനയുണ്ട് നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നതില്. ഇത് കേട്ട അനി പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് ഏട്ടത്തി വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയണ. എങ്ങനെ പോയിക്കോളൂന്ന്? ദേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെയായിട്ട് നിങ്ങൾ സന്തോഷകരമായിട്ട് ഒരു ദിവസം പോലും ഇരിക്കുന്നത് കണ്ടില്ലെന്ന് പറയണ. അനി പറഞ്ഞു, എങ്ങനെ സന്തോഷം വരാന്? ഏട്ടത്തിക്ക് അറിയാലോ എന്റെ മനസ്സെന്താന്ന്. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു രീതിയിലും അവൾ അടുക്കുന്നില്ല എന്ന് പറയണം. അവളുടെ മനസ്സിൽ എപ്പോഴും സംശയങ്ങളും അതൊക്കെ മാത്രമുള്ളെന്ന് പറയാം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, അതൊക്കെ മാറ്റണം, ആ സംശയങ്ങളൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് പറയാം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ ചേച്ചി, പക്ഷെങ്കിൽ അവളുടെ അടുത്ത് അത് നടക്കില്ല എന്ന് പറയണം. അവൾ ആകെപ്പാടെ എന്റെ അടുത്തേക്ക് വരുന്നേ എന്നെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റാരുടെയും കുറ്റം പറയാനോ ചീത്ത പറയാനോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നതെന്ന് പറയാണ്. എന്റെ സങ്കല്പത്തിലൊരു പെൺകുട്ടിയെ അല്ല അവള് മനഃപൂർവ്വം എന്നെ ചതിച്ചയച്ചെന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട, അനാമിക നിന്റെ ഭാര്യയല്ലേ, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ നീയായി നിനക്കോ നല്ലൊരു ജീവിതമായി, ഇനിയിപ്പൊ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിന്റെ കടമയാന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പക്ഷേങ്കിൽ നന്ദുവിനോടൊപ്പം ആയിരുന്നെങ്കിൽ ഞാൻ നല്ല സന്തോഷമായിട്ട് ജീവിച്ചാലെന്ന് പറയാ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് നയന പറഞ്ഞു, അത് നടക്കാതെ പോയ കാര്യമല്ലേ അനി, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ് നീ വിഷമിക്കണോന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം എടുത്തി, പക്ഷെങ്കിൽ അറിയാതെ എന്റെ മനസ്സിലേക്ക് പല പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് എങ്ങോട്ട് വരുമെന്ന് പറയാം. എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരത്തില്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനി കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് കനയും ഗോന്നനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവരോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് അനാമിക ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അവിടെ ഉണ്ട്. അപ്പം ആദർശിനെ കണ്ടതും ചോദിച്ചു, അല്ലെ വല്യമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കുഴപ്പമില്ല, കുറവുണ്ട്, ബോധമൊക്കെ വീണ് സഡേഷന്റെ മയക്കമൊക്കെ മാറിയെന്ന് പറയണം. അന്ന് ഞാൻ വല്യമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ജയൻ പറഞ്ഞു, ഇനി എന്തിനുള്ള വരവാന്ന് അറിയത്തില്ല, വെറുതെ എന്താണല്ലോ ഇവള് വരത്തില്ല, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലേക്ക് ദേവേന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ നോക്കുള്ളായിരിക്കും, അതിനായിരിക്കും മിക്കവാറും വരവെന്ന് പറയാ. ആദർശ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലൊരു വരവും കൂടെ വരും. പിന്നെ ഇവള് വന്നു പോയതിനു ശേഷം അമ്മയ്ക്ക് എല്ലാവരുടെയും ദേഷ്യമായിരിക്കും, നവ്യയോടും നയനയോടും എല്ലാവരുടെയും ദേഷ്യമായിരിക്കും എന്ന് പറയാണ്. ഈ സമയം അനാമിക മുറിയിലേക്ക് ചെല്ലുക. അനാമികയെ കണ്ടതും ദേവൻ ചാഹ മോള് വന്നോന്ന് ചോദിക്കാണ്. അതെ വല്യമ്മേ, എനിക്ക് വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ല, വല്യമ്മേനെ കുറിച്ച് മാത്രമാണ് ചിന്ത. ഞാന്
കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് കുറെ നേർച്ചകളും കാര്യങ്ങളൊക്കെ. വല്യമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാണെന്ന് പറഞ്ഞിട്ട് സർജറി ഒക്കെ സക്സസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു, മോളുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലമായിരിക്കും എനിക്ക് ഇത്രയും പെട്ടെന്ന് കുറഞ്ഞെന്ന് പറയാണ്. മോളെപ്പോലെ ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയായിരുന്നു ആ കുടുംബത്തിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മോള് വന്നിട്ട് പോലും മോളെ അംഗീകരിക്കാനായിട്ട് അനിയോ അത് തയ്യാറാകുന്നില്ലെന്ന് പറയും. അതെനിക്ക് സങ്കടമുണ്ട് വല്യമ്മേ. കാരണം ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ടാണ് വല്യമ്മേനെ സ്നേഹിക്കുന്നത്. പക്ഷെ അനിയൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, എൻ്റെ ഇത് കപട സ്നേഹമാണ്. ഒറിജിനൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നെങ്കിൽ ഞാൻ കരൾ പാത്തു തന്നേന്നൊക്കെയാ പറയണേ. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, എനിക്കറിയാലോ മോള് നല്ല കുട്ടിയാണ്. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ നിന്ന് ഇറങ്ങിയോട്ടെ. ഇറങ്ങി കഴിയുമ്പോഴത്തേനും മോൾ അനന്തപുരിയിലേക്ക് വന്നെന്ന് പറയാം. അത് പിന്നെ എന്താ മോളെ, എന്താ കാര്യം? അനി എന്നെ ഇതുവരെ തിരികെ വിളിക്കാൻ വന്നില്ല വല്യമ്മയെന്ന് പറയണ. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ അവനെ പറഞ്ഞു വിട്ടോളാം. അവൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് വന്നോളൂ പറയാം. ഇനി ആ കാര്യത്തിൽ മോൾക്കൊരു ടെൻഷനൊന്നും വേണ്ടെന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോട് വിട്ടാ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ചേരി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അല്ല അനി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, അനി വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അനി വന്നിട്ട് നയനയെ കാണാനായിട്ട് പോയെന്ന് പറയണം. നയനയുടെ വീട്ടിലേക്ക് പോയെന്ന് പറയാം. ഇത് കഴിച്ച് നയനയുടെ വീട്ടിലേക്കോ? ഇതെന്തിനാ പോലും അങ്ങോട്ട് പോയത്? ഓഹോ, ഇനിയിപ്പൊ അവളെ കാണാൻ വേണ്ടി പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവിടെ പോയി കാണണല്ലോ. അവളുടെ അനിയത്തിനെ കണ്ട് രണ്ട് വർത്താനം പറയണം എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് അനാമിക നേരെ നന്ദുവിന്റെ വീട്ടിലേക്ക് വെച്ചു പിടിക്കുകയാണ്. ഈ സമയത്ത് കനകയും ഗോവിന്ദനും അനിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അനി പറഞ്ഞ് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്, അറിയാലോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും ആദർശേട്ടൻ നയനടുത്തിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പറയാം. ഇത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ മോളെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാണ്. കാരണം അവൾക്ക് നന്നായിട്ട് സുഖമായതിനു ശേഷം മാത്രം പിന്നെ അവളെ വീട്ടിലുള്ളവർ അംഗീകരിക്കുകയും മാത്രമേ വിടത്തുള്ളൂ, അല്ലെങ്കിൽ വിടത്തില്ല ഇനി എന്ന് പറയണ. അനി പറഞ്ഞു, അതൊന്നും ഓർത്ത് ഇനിയിപ്പൊ പേടിക്കണ്ട, ഇനിയിപ്പൊ ആദർശേട്ടൻ നയനടുത്തി പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറയാം. കന പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ മോനെ, പക്ഷെ അതുകൊണ്ടായില്ലോ എന്ന് പറയാണ്. മേജർ സർജറി കഴിഞ്ഞല്ലേ, അപ്പൊ വീട്ടിലേക്ക് വന്നാൽ അവിടെ വന്നിട്ട് പണിയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവിടെ ഉള്ളവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലോ, അതുകൊണ്ട് എന്റെ മോളായിരിക്കും അവിടെ കിടന്ന് പെടാപ്പാട് വിടാൻ പോകുന്നതെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. അനാമികയുടെ ആ വരവ് ആരും പ്രതീക്ഷിച്ച അല്ലായിരുന്നു. പെട്ടെന്ന് അനാമിക എന്നിട്ട്, ഓഹോ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന നീയില്ലേ, എനിക്കറിയായിരുന്നു നീ ഉണ്ടെന്ന്, അതറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ വന്നേന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അനി ചോദിച്ചു, നിനക്ക് എന്താ അനാമിക, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്കറിയാടാ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. സ്വർഗത്തിലെ കട്ടവും പായെന്ന് ഓർത്തായിരിക്കും നീ ഇരിക്കുന്നില്ലേ. പക്ഷെങ്കിൽ അനി, നീ കെട്ടിയ താലിയായി കിടക്കുന്നേ അറിയാലോ. ഈ താലി എന്റെ കഴുത്തേന്ന് അറുത്തു മാറ്റാൻ നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ അറുത്ത് കളഞ്ഞിട്ട് ഇവളെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതീക്ഷിക്കാന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് നിനക്ക് മുന്നോട്ട് പോകുന്നത് നല്ലതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, അതായത് നിന്റെ അടിമയായിട്ട് ഞാൻ കഴിയണം, അതാണ് നീ ഉദ്ദേശിക്കുന്നത്? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അനാമിക എന്ന് പറയാണ്. എനിക്കറിയാം ഇവള് ഒറ്റ ഇരുത്തി എല്ലാത്തിനും കാരണം ഇവള് കാരണമാണ് ഇപ്പോഴും അനി എന്നെ ഒരു ഭാര്യയായിട്ട് പോലും കൂട്ടാക്കാത്തെന്ന് പറയാണ്. നിന്റെ ഭാര്യയായിട്ട് കരുതണമെങ്കിൽ നീ ആദ്യം എന്നെ ഭർത്താവായിട്ട് കരുതണം അനാമികയെ, അല്ലാതെ ഒരു കാരണവശാൽ നിന്നെ ഞാൻ അങ്ങനെ കരുതാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, ദേ അനാമികയെ, വെറുതെ നീ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ദേ അനി അവന്റെ ഏട്ടത്തിയമ്മേനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. ഓ, അവളെ കാണാനായിട്ട് തന്നെ എത്ര ഇരിക്കുന്നേ? അവളാണ് ഇനിയിപ്പോ കരള് പാത്തു നൽകിയത് അല്ലല്ലോ, പിന്നെ അവളെ കാണാൻ എന്താ ഇരിക്കുന്നേ? ഓ, ഇനിയിപ്പോ അവളുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലോ. നന്ദുവിനെ കാണാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതാണല്ലോ എന്ന് പറയണേ. ദേട്ടൻ നന്ദു പറഞ്ഞു, അനാവശ്യം പറയരുത് അനാമിക എന്ന് പറയണ. ഓ, അനാവശ്യം നിനക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞാല കുഴപ്പമില്ലേന്നൊക്കെ ചോദിക്കുകയാണ്. എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി പറഞ്ഞോണ്ടിരിക്കുക. കുറെ സമയം കേട്ട് കഴിഞ്ഞപ്പത്തിന് എനിക്ക് ദേഷ്യം വന്നു. അനി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് മിണ്ടായിരുന്നോണോ, ഇവിടെ വന്ന് കിടന്ന് ചലക്കല്ലെന്ന് പറയണം. ചലച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ദേട്ടൻ ഗോവിന്ദൻ പറഞ്ഞു, അനി നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ്. അപ്പോഴേക്കും ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് നയന അകത്തുനിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയോട്ട് വരുവാണ്. ഒരു നിമിഷം നയന ഞെട്ടിപ്പോയി. അനാമിക വന്ന് നന്ദുവിനോട് എല്ലാവരും കയറക്കുന്ന കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.